السلام عليكم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ, അത് സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലേക്കുള്ള സ്വലാത്ത് മാത്രമാണ്. വേറെ ഏത് അമൽ നമ്മൾ ചെയ്താലും, നിസ്കാരം, നോമ്പ്, സ്വതക്ക തുടങ്ങി ഹജ്ജ് തുടങ്ങി ഏത് അമൽ ചെയ്താലും നമുക്കത് സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. അതിൻ്റെ എല്ലാ ഷർത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ചെയ്താൽ മാത്രമേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലേക്കുള്ള സ്വലാത്ത് അങ്ങനെയല്ല. അത് ആര് എങ്ങനെ എവിടെ വെച്ച് ചെയ്താലും അത് സ്വീകരിക്കപ്പെടും. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലേക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് ഖുർആൻ അല്ലാഹു പറയുകയാണ്. അപ്പോ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഭാഗവത്താകാൻ പറ്റും എന്നതാണ് അതിൽ വലിയൊരു കാര്യം. എങ്ങനെ? നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്കും ഭാഗവത്താവാൻ പറ്റി എന്നത് ചെറിയ കാര്യമല്ല. മുമ്പ് പറഞ്ഞ പോലെ നിസ്കാരവും മറ്റു അമലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ സ്വലാത്താകുമ്പോൾ അള്ളാഹും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യം നമ്മളും ചെയ്യുകയാണ്. സ്വലാത്ത് ഒരുത്തൻ കളിയാക്കി ചൊല്ലിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുമെന്നോ? ഏതൊരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിലും നിയ്യത്ത് വേണം. പക്ഷെ സ്വലാത്തിന് നിയ്യത്തും വേണ്ട. നമ്മൾ എങ്ങനെ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ്. അത് തങ്ങളോടുള്ള പ്രത്യേക ഒരു അള്ളാഹുവിന് തങ്ങളോടുള്ള ഒരു മുഹബ്ബത്താണത്. അത് എങ്ങനെ ചൊല്ലിയാലും സ്വീകരിക്കപ്പെടും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന് അള്ളാഹു 10 നന്മ എഴുതപ്പെടുമെന്നോ? പോരാ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ എഴുതപ്പെടുകയും 10 തിന്മ മായ്ക്കപ്പെടുകയും 10 ദറജകൾ അവൻക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു സ്വലാത്ത്, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ അത്രയും പവറുള്ള ഒരു കാര്യമാണ് സ്വലാത്ത്. സ്വലാത്ത് നമ്മൾ എപ്പോഴും ദായിമാക്കണം. നാളെ പരലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത വ്യക്തി, നബി തങ്ങളുടെ പേരിലേക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ കാര്യം. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത വ്യക്തി ആരാണോ തന്റെ പേരിലേക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത് അവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നാം ഓരോ ചൊല്ലുന്ന സ്വലാത്തുകളും വെള്ളിയാഴ്ച രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് സമർപ്പിക്കപ്പെടും.
അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ കൂടുതൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ നോക്കും. വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അത് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് നേരിട്ട് എത്തിച്ചു കൊടുക്കുക. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തദവസരത്തിൽ തന്നെ അതിന്റെ മറുപടിയും നൽകും. അത്രയും വളരെ പോരിശയാക്കപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത്. നമ്മൾ എപ്പോഴും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും നമ്മൾ ചെല്ലാൻ നോക്കണം. നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ലത് പറയുവാനും അത് കേൾക്കുവാനും അതിലുപരി അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.